പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് തെറ്റു ചെയ്താൽ ശിക്ഷിക്കുന്ന, കോപിക്കുന്ന ഒരു അധികാര രൂപമായാണ്. എന്നാൽ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു അങ്ങനെയല്ല. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ദൈവത്തിന്റെ കാരുണ്യമാണ്. വിശുദ്ധ ഖുർആനിലെ 113 അധ്യായങ്ങളും തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. അതായത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയോ നിയമമോ നീ വായിക്കുന്നതിനു മുമ്പ് അവൻ നിന്നോട് പറയുന്നത് ഞാൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനും ദയയുള്ളവനുമാണെന്നാണ്. അതുപോലെ ഖുർആൻ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പും പിമ്പും കരുണയെ ഓർമ്മിപ്പിക്കുന്നു. റഹ്മത്ത്, മഗ്ഫിറത്ത്, തൗബ ഈ വാക്കുകൾ ഖുർആനിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അതായത് ശിക്ഷിക്കുക എന്നത് പടച്ചവന്റെ താല്പര്യമല്ല, മറിച്ച് പുറത്തു കൊടുക്കുക എന്നതാണ് അവന് ഏറ്റവും ഇഷ്ടം. മനുഷ്യൻ കൈവിട്ടിടത്താണ് അള്ളാഹു കൈപിടിക്കുന്നത്. മനുഷ്യൻ അവസാനിച്ചു എന്ന് തോന്നുന്നിടത്താണ് ഒരു പുതിയ തുടക്കം അവൻ കാണിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത് എന്ന് ഖുർആൻ നേരിട്ട് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഖുർആൻ അവതരിച്ചത് മനുഷ്യനെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തിന്റെ തണലിലേക്ക് നമ്മെ വിളിക്കാനാണ്. അള്ളാഹു ഭയപ്പെടുത്തുന്നവനല്ല, പ്രണയിക്കപ്പെടേണ്ടവനും സാന്ത്വനം നൽകുന്നവനുമാണ്.